എന്നാ ഉണ്ട് സുഖല്ലേ? രാവിലെ ഓഫീസിലേക്കുള്ള പോക്കാണ്. പക്ഷെ ഇന്ന് നമ്മൾ കുറച്ച് എക്സൈറ്റ്മെന്റിലാണ് പോകുന്നത്. ഉച്ചയ്ക്ക് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത ലഞ്ചാണ്. കളർഫുൾ അല്ലേ? അങ്ങനെ ആ കളർഫുൾ ലഞ്ചും കഴിച്ച് വൈകിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ദേ ദുബായിലേക്ക് പോവുകയാണ്. അച്ഛനും ചേച്ചിയും എല്ലാവരും ഉണ്ട്. സത്യം പറഞ്ഞാൽ വൈകിട്ട് ഈ ഷെയ്ഖ് സായദ് റോഡിലൂടെ പോകുന്ന ഒരു ഫീൽ ഉണ്ട്. ചുറ്റും വലിയ വലിയ ബിൽഡിങ്, അതിന്റെ നടുവിലൂടെ ഞങ്ങൾ നേരെ പോയത് ദുബായ് മോളിലേക്കാണ്. എന്തൊരു വലിയ മോളാണ്! ഏകദേശം 200 ഫുട്ബോൾ ഫീൽഡുകളുടെ അത്രയും വലിപ്പമുണ്ട് ഈ ഒരു മോളിന്. സത്യം പറഞ്ഞ ഇതിന്റെ ഓരോ ഫ്രെയിംസും നമുക്ക് ഫോട്ടോ എടുക്കാൻ തോന്നും. അതുപോലത്തുള്ള ഫ്രെയിംസ് ആണ് ഇതിനൊക്കെ. ഇത് കണ്ടോ, ഇത് ഒറിജിനൽ ഡിനോസറിന്റെ സ്കെൽട്ടൺ ആണ്. സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ കിളി പോകും. എങ്ങോട്ട് നോക്കണം, എവിടെ പോകണമെന്ന് തന്നെ നമുക്ക് തന്നെ ചിന്തിക്കും. അതിനുള്ളിൽ തന്നെ ഒരു അക്വേറിയം ഉണ്ട്, ഒരു ഫൗണ്ടൻ ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു എക്സൈറ്റ്മെന്റ്, അത് ദേ ഇതാണ് ബുർജ് ഖലീഫ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ്. അങ്ങനെ ഞാൻ ബുർജ് ഖലീഫ കയറിയാണ്. അങ്ങനെ ചുമ്മാ കയറാൻ പറ്റില്ല, ടിക്കറ്റ് ഒക്കെ എടുക്കണം. ടിക്കറ്റ് ഒക്കെ എടുത്ത് അത്യാവശ്യം ക്യൂവിൽ നിന്ന് ദേ ലിഫ്റ്റിൽ കയറിയിരിക്കും. ഈ ലിഫ്റ്റ് ഏകദേശം 36 km/h സ്പീഡിലാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഹൈറ്റിൽ എത്തിയത് നമ്മൾ അറിയത്ത് പോലുമില്ല. ലിഫ്റ്റ് ഒക്കെ ഇറങ്ങി കണ്ട കാഴ്ചകളാണ് ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് വ്യൂസ്. നീ വരുമ്പം ചിരിയ ഇടുമ്പം ഇങ്ങനെയുണ്ട് കാഴ്ചകൾ, നിങ്ങൾ തന്നെ പറ. അങ്ങനെ മറ്റൊരു ലിഫ്റ്റിൽ താഴേക്ക് വന്നിട്ട് എക്സിറ്റിലേക്ക് പോകുന്ന ടൈമിൽ ഇതിന്റെ എല്ലാ സ്റ്റേജസും ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ബിൽഡിങ്ങിന്റെ ബിഹൈൻഡുള്ള എല്ലാരെ പറ്റിയും. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അക്വേറിയം, അതും ഈ മാളിലുള്ളതാണ്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മാളിലുള്ളത്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റിനെയും ഇത് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരെയും സമ്മതിക്കണം. കാരണം ഇതാണ് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്തത്. അപ്പം അടുത്തൊരു സ്റ്റോറിയിൽ കാണാം. അപ്പോൾ ശരി, എന്നാ ഞാൻ അങ്ങോട്ട്